ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ക്രോമ കീയിങ്ങിനെ കുറിച്ചാണ്. അതായത് നമുക്ക് ഗ്രീൻ സ്ക്രീനും ബ്ലൂ സ്ക്രീനൊക്കെ കീ ചെയ്തെടുക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് കീ ചെയ്തെടുക്കാൻ പറ്റും അഡോബ് ആഫ്റ്റർ എഫക്ട്സിൽ. സോ അതിനെക്കുറിച്ചാണ് പറയുന്നത്. സോ ഇപ്പോൾ ഗ്രീൻ സ്ക്രീനും ബ്ലൂ സ്ക്രീനിൻ്റെ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ബ്ലൂ സ്ക്രീൻ അധികം ഔട്ട്ഡോർ സെക്ഷൻസിലാണ് യൂസ് ചെയ്യാറ്. ഗ്രീൻ സ്ക്രീൻ നമ്മൾ ഇൻഡോർ സെക്ഷൻസിൽ യൂസ് ചെയ്യും. സോ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ കൂടുതൽ ബ്ലൂ സ്ക്രീനാണ് ഔട്ട്ഡോർ സെക്ഷൻസിൽ യൂസ് ചെയ്യാറ്. കാരണം എന്താണെന്ന് വെച്ചാൽ നാച്ചുറൽ കളർ ഗ്രീനാണ്. അതുകൊണ്ട് ഗ്രീനും ഗ്രീൻ സ്ക്രീനും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നാച്ചുറൽ കളറിൽ ഉണ്ടായിരുന്ന എലമെൻസും അവിടെ കീ ആയി പോകുന്ന സിറ്റുവേഷൻ ഉണ്ട്, റിമൂവ് ആയി പോകുന്ന സിറ്റുവേഷൻ ഉണ്ട്. സോ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നാച്ചുറൽ കളറിൻ്റെ ഓപ്പോസിഷൻ ആയിട്ടുള്ള ബ്ലൂസ് നാച്ചുറൽ കളർ അല്ലാത്ത ബ്ലൂ സ്ക്രീനിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഞാനിവിടെ എന്ത് ചെയ്യുന്നു, ഒരു ന്യൂ കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, ഞാനിവിടെ എന്ത് ചെയ്യുന്നു, ഫുൾ എച്ച് ഡി സൈസിലുള്ള ഒരു പ്രീസെറ്റ്സ് സെലക്ട് ചെയ്തിട്ട് ദെൻ ഓക്കെ ക്ലിക്ക് ചെയ്യുകയാണ്. സോ ഞാൻ ഇതിലോട്ടൊരു ഫൂട്ടേജ് ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇത് നമ്മളിപ്പോൾ ഈ കോമ്പോസിഷനിലോട്ട് ഇമ്പോർട്ട് ചെയ്ത ഫൂട്ടേജ് ഐ തിങ്ക് 4K ഫൂട്ടേജ് ആണ് ആക്ച്വലി വരുന്നത്. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫുൾ എച്ച് ഡി ആണ്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഇതിൻ്റെ സൈസ് ഒന്ന് ചെറുതാക്കി കൊടുക്കുകയാണ്. ഓക്കെ, ദെൻ ഞാൻ ഒന്ന് ട്രിം ചെയ്തെടുക്കുകയാണ്. ചില പോർഷൻസിൽ ഈ ക്യാരക്ടറിന് ഒരു ഗ്രീൻ എലമെൻറ്റ് വരുന്നുണ്ട്. സോ അത് എത്തുന്നതിൻ്റെ മുമ്പായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കും. സോ ഓക്കെ, പെർഫെക്റ്റ്. ഇവിടെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, ഓൾട്ട് ക്ലോസ് ബ്രാക്കറ്റ് ആണ് ക്ലിക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തത്. സോ ഇപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ദെൻ നമ്മൾ ഇതിലോട്ട് നമ്മൾ കീയിങ്ങിന് വേണ്ടിയുള്ള എഫക്ട്സുകൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സോ നമ്മൾ എഫക്ട്സിൻ്റെ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ കീയിങ് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. സോ ഇവിടെ കുറേ എഫക്ട്സുകളുണ്ട്. കീയിങ്ങിൻ്റെ കുറേ എഫക്ട്സുകളുണ്ട്, കീയിങ്ങുമായി ബന്ധപ്പെട്ട് കുറേ എഫക്ട്സുകളുണ്ട്. സോ ഇതിൽ മെയിൻ ആയിട്ടുള്ളൊരു സംഭവമാണ് കീ ലൈറ്റ് എന്ന് പറയുന്നത്. സോ ഞാൻ ഇതിലോട്ട് കീ ലൈറ്റ് പറഞ്ഞിട്ടുള്ള എഫക്ട്സ് ആഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഇങ്ങനെ ഡയറക്റ്റ് പോയിട്ട് എഫക്ട്സിൽ പോയിട്ട് കീയിങ്ങിലെ കീ ലൈറ്റ് എന്നുള്ള സെക്ഷൻ എഫക്ട്സ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എഫക്ട്സ് ആൻഡ് പ്രീസെറ്റ്സിൽ പോവാം. ജസ്റ്റ് ഒരു ലോഡിങ് ഉണ്ടാവും സ്റ്റാർട്ടിങ് ആകുമ്പോൾ. യെസ്, ഇവിടെ കീയിങ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കിട്ടും. ഇതാ, ജസ്റ്റ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനുവലി ഇവിടെ പോവാം. ജസ്റ്റ് കീയിങ് എന്നുള്ള സെക്ഷനിൽ പോയിട്ട് ഇവിടെ നിങ്ങൾക്ക് കീ ലൈറ്റ് കാണാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കണ്ട് എടുക്കാനും പറ്റും ഇവിടെ. ഓക്കെ, ദെൻ ഞാൻ കീ ലൈറ്റ് എന്നുള്ള എഫക്ട്സ് ഇതിലോട്ട് ആഡ് ചെയ്യുകയാണ്. ഓക്കെ, സോ ഇപ്പോൾ നമ്മുടെ എഫക്ട്സ് ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. എഫക്ട്സ് ആഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇതിൽ ഒരു സോ ഇതിലോട്ട് എഫക്ട്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡിഫറൻസ് ഒന്നും മാറ്റങ്ങളൊന്നും ഇതിലുണ്ടാവില്ല. ഞാൻ ജസ്റ്റ് ഈ എഫക്ട്സ് ഓൺ ആൻഡ് ഓഫ് ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ എഫക്ട്സ് ആൻഡ് കൺട്രോൾസിൽ പോയിട്ട് ഇവിടെ FX എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. സോ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡിഫറൻസും ഇതിലില്ല. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇതിലോട്ട് എഫക്ട്സ് മാത്രം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡിഫറൻസോ കാര്യങ്ങളൊന്നും വരില്ല. നിങ്ങൾ അതിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിൽ ഡിഫറൻസ് വരത്തുള്ളൂ. അതിന് മുമ്പായി ഈ എഫക്ട്സിനെ കുറിച്ച് പറയാം, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരാം. സോ എന്താണ് ഇവിടെ കണ്ടോ, നിങ്ങൾ ഒരു ലോഗോ കൊടുത്തിട്ടുള്ളത്, കീ ലൈറ്റ് പറഞ്ഞിട്ട് ഒരു ലോഗോ. സോ ഇത് ചില എഫക്ട്സുകൾക്ക് മാത്രം ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. സോ ലൈക്ക് ഇപ്പോൾ നമ്മൾ പറയുകയാണെന്നെങ്കിൽ മോക്ക എ ജസ്റ്റ് ഇതിലോട്ട് ട്രാക്ക് ചെയ്യണം. യെസ്, ഇതിന് ലോഗോ ഇവിടെ കാണാം, നിങ്ങൾക്ക് കണ്ടോ. സോ ഇതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, ഇത് ഒരു ഡിഫറെൻറ്റ് ബ്രാൻഡിൻ്റെ ഒരു എഫക്ട്സ് ആണെന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. സോ മോക്ക എന്ന് പറയുന്നത് ബോറിസ് എഫക്ട്സിൻ്റെ ഒരു എഫക്ട്സ് ആണ്. ഞാൻ മോക്കയുടെ സെക്ഷനിൽ വന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോക്ക എന്താണ് മോക്ക എന്നുള്ളതും ഏത് ബ്രാൻഡിൻ്റെ ആണ് മോക്ക എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുപോലത്തെ ഒരു കമ്പനിയുടെയാണ് കീ ലൈറ്റ് എന്ന് പറയുന്നത്. സോ ഇത് ന്യൂക്ക് എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോ ഫൗണ്ടറി ന്യൂക്കിൻ്റെ ആണ് ആക്ച്വലി കീ ലൈറ്റ് പറയുന്ന എഫക്ട്സ്. ആക്ച്വലി ഫൗണ്ടറി ന്യൂക്ക് എന്ന് പറയുന്നത് ഒരു VFX നോഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. കോമ്പോസിഷൻ സോഫ്റ്റ്വെയർ തന്നെയാണ്. ആഫ്റ്റർ എഫക്ട്സിൽ ചെയ്യാൻ പറ്റുന്ന ന്യൂക്കിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ആഫ്റ്റർ എഫക്ട്സിൽ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ സോഫ്റ്റ്വെയർ ആണ് ആക്ച്വലി ന്യൂക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നോഡ് ബേസ്ഡ് ആണ് ആക്ച്വലി VFXന് വേണ്ടിയിട്ട് നോഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ്. മെയിൻലി മൂവീസിനാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. ഭയങ്കര എക്സ്പെൻസീവ് ആണ് ആക്ച്വലി ഈ സോഫ്റ്റ്വെയർ. നിങ്ങൾക്ക് അവരുടെ
ബൈയിങ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഹെവി ആയിട്ടുള്ള ലൈസൻസ് $1069 ആക്ച്വലി ഇയറിൽ വരുന്നത്. സോ ഈവൻ നമ്മുടെ ഇന്ത്യൻ റുപ്പീസിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5 ലാഖിൻ്റെ അടുത്ത് ഇപ്പോൾ റേറ്റ് അവർ കുറച്ചാണ്. സോ ഇതിൻ്റെ മുമ്പ് നല്ല റേറ്റ് ഉണ്ടായിരുന്നു, ആക്ച്വലി 8 ലാഖിൻ്റെ അടുത്ത് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇതിന്. സോ അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ് നമ്മുടെ ന്യൂക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ന്യൂക്കിൻ്റെ ഒരു കീയിങ് ഒരു ന്യൂക്കിൻ്റെ ഒരു കീയിങ് എഫക്ട്സ് ആണ് കീലൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ന്യൂക്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കീലൈറ്റ് പറഞ്ഞിട്ടുള്ള എഫക്ട്സ് എടുക്കാൻ പറ്റും. അതുപോലത്തെ ഒരു എഫക്ട്സ് ആണ്. സോ നമ്മൾ ന്യൂക്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കീലൈറ്റ് പറഞ്ഞിട്ടുള്ള എഫക്ട്സ് ആഡ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റും. സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. സോ അപ്പോൾ നമുക്ക് എഫക്ട്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം.